ഒരു റീക്രിയേഷനോ അല്ലെങ്കിൽ ഒരു 1 ഇയർ ചാലഞ്ചോ അപ്പോഴൊന്നും നമ്മൾ വിചാരിച്ച കാര്യം പോലും അല്ല. അതിനുശേഷം പ്രഗ്നന്റ് ആയി, ബേബി വന്നു. അത് റീലും ഇല്ല. അപ്പൊ ആ ഡ്രസ്സ് ഇടയില്ലേ, കല്യാണ ഡ്രസ്സ് ഇടയില്ല. അതുകൊണ്ട് അത് തന്നെ നമുക്കൊന്ന് കളിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടാണ് കളിച്ചത്. ശരിയാവാത്ത ഭാഗങ്ങൾ മാറ്റി പഴയതിലുള്ളത് മിക്സ് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഉദ്ദേശിച്ച 1 ഇയർ ചാലഞ്ച് അതിലും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയപ്പോ കളിക്കുമ്പോൾ, പ്രഗ്നന്റ് ആയിരുന്നപ്പോഴേ ഇടണമെന്ന് കരുതിയതാണ് 1 ഇയർ ചാലഞ്ചിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഹലോ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗോൾഡൻ ചാമ്പായ 1 ഇയർ ചാലഞ്ചിനെ പറ്റിയും ബനാറസ് പട്ട് കെട്ടി അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ കാരണം നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും നമ്മുടെ അല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ലൈഫ് ചേഞ്ച് ചെയ്തത് തന്നെ ആ ഒരു ഒറ്റ വീഡിയോ, ചെറിയ രീതിയിൽ. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേരത് പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു 1 ഇയർ ചാലഞ്ച് എന്നുള്ള പേര് അതാരാണ് പറഞ്ഞത്, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും വീഡിയോ ഇടാമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ചെറിയൊരു വ്ളോഗ് പോലെ വീഡിയോ ഇടാം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് തുടങ്ങിയത് നമ്മുടെ സേവ് ദ ഡേറ്റിന്റെ സമയത്ത് എനിക്ക് കുറച്ച് നല്ല ഡാൻസോ നല്ല പാട്ടിലൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് ഈ ഒരു ബനാറസ് പട്ടിൽ നമുക്കൊരു ഡാൻസ് കളിച്ചാലോ എന്നുള്ളൊരു ഐഡിയ തോന്നി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ചമ്മക് ചെല്ലോ, പിന്നെ അതുപോലെ തന്നെ വേറെ ഡാൻസ് ഒക്കെ അതൊക്കെ ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ്. പക്ഷെ അതൊന്നും അങ്ങനെ ക്ലിക്ക് ആയില്ല. ഈ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് ചേട്ടൻ ഈ ഒരു ബനാറസ് പട്ടിട്ട് ചേട്ടൻ പാട്ട് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഡാൻസർ ആണ്, പ്രിൻസ് എന്നാണ് പേര്. അപ്പൊ ആ ചേട്ടനാണ് സ്റ്റെപ്പ് പറഞ്ഞു തന്നത്. എന്നിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കളിക്കാം എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സ് ചോദിച്ചായിരുന്നു എന്തെങ്കിലും റീൽ എന്തെങ്കിലും അവിടെ വെച്ച് ചെയ്യാനുണ്ടോ. അപ്പോൾ ഇവളുടെ വീട്ടിൽ വെച്ചായിരിക്കുമല്ലോ കെട്ട്. അപ്പൊ ഇവക്ക് ചെറിയ മടിയുണ്ടായിരുന്നു, എനിക്കങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നും. ഇപ്പൊ കിട്ടിയ അവസരമാണ് കളിക്കെന്ന് പറഞ്ഞ് അന്ന് കല്യാണത്തിന് വന്നിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. ആ ഒരു ടൈമിൽ തീരുമാനിച്ചതാണ്. സ്റ്റേജിൽ വെച്ചിട്ട് സെയിം കളിച്ചു. കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു ബീച്ചിൽ പോയിട്ട് കളിച്ചു. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു ഇട്ടത്. അപ്പൊ അതിൽ പറയേണ്ട ഒരു കാര്യം, ആ സമയത്ത് നമുക്ക് അത് ക്ലിക്ക് ആവുമെന്നോ യൂട്യൂബ് ഇൻസ്റ്റയെ പറ്റി വലിയ ധാരണയില്ലായിരുന്നു. അപ്പൊ ആ വീഡിയോ ഒരുപാട് വീഡിയോഗ്രാഫേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ മേക്കപ്പ് ചെയ്ത അവരുടെ പ്രൊഫൈൽ ഇട്ടു. നമ്മുടെ വെഡിങ് സ്റ്റോറി ഫോട്ടോഗ്രാഫി ആയിരുന്നു വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അവരുടെ പ്രൊഫൈലും ഇട്ടു. അപ്പോൾ അതിലൊക്കെ ഇട്ട് ഒരുപാട് റീച്ച് കയറിയതിന് ശേഷം നമ്മളെ മെൻഷൻ ഒന്നും അവർ ചെയ്തിട്ടില്ലായിരുന്നു. അത് കാരണം ആർക്കും നമ്മളെ അറിയാൻ വയ്യായിരുന്നു. അതിനൊക്കെ ശേഷമാണ് നമ്മൾ സ്വന്തമായിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ എടുത്തിട്ട്, അതും ചേട്ടൻ്റെ ആ ഫ്രണ്ട് തന്നെ പ്രിൻസ് ചേട്ടൻ പറഞ്ഞു തന്ന് ടാഗൊക്കെ അടിക്കുന്നത് എങ്ങനെയാണ്, ഇതിൽ കയറുന്നത് എങ്ങനെയാണ്, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നൊക്കെ പറഞ്ഞു തന്ന് ഫസ്റ്റ് നമ്മുടെ റീല് എല്ലാവരും ഇട്ടതിന് ശേഷം അല്ലേ 1 മാസം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തത്. ഒരുപാട് പേര് അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഒഫീഷ്യൽ പേജ്, അതായത് നമ്മുടെ പേഴ്സണൽ പേജ് തപ്പി ഒരുപാട് നടന്നു. ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലായില്ല എന്ന്. പിന്നെ ഇത് ഒരു റീക്രിയേഷനോ അല്ലെങ്കിൽ ഒരു 1 ഇയർ ചാലഞ്ചോ അപ്പോഴൊന്നും നമ്മൾ വിചാരിച്ച കാര്യം പോലും അല്ല. അപ്പോൾ പെട്ടെന്ന് വേറെ പല കാരണങ്ങളും കൊണ്ട് പിന്നെ വീഡിയോസ് തന്നെ ഇടുന്നത് കുറവായിരുന്നു. പക്ഷെ എനിക്ക് പറ്റുമ്പോഴെല്ലാം ഇൻസ്റ്റയിൽ ഇടുന്ന ചെറിയ ഡാൻസ് റീൽസ് ഒക്കെ ഞാൻ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ബേബിയായി, അതിനുശേഷം പ്രഗ്നന്റ് ആയി, ബേബി വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ 7ാം മാസത്തിലെ വളയിടൽ ചടങ്ങല്ല, വളകാപ്പിനാണ് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. വേറെ റീലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, സത്യം പറഞ്ഞാൽ വേറെ ഒരു റീലും ഇല്ല. അപ്പൊ ആ ഡ്രസ്സ് ഇടയില്ലേ, കല്യാണ ഡ്രസ്സ് ഇടയില്ല. അതുകൊണ്ട് അത് തന്നെ നമുക്കൊന്ന് കളിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടാണ് കളിച്ചത്. പിന്നെ ഒരു കാര്യം, വളപ്പ് ചടങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേര് അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതിൽ നടത്തുന്ന ഒരു ചടങ്ങാണെന്ന്. പൊതുവെ അവിടങ്ങളിലൊക്കെ പലഹാരം കൊടുക്കുന്ന ആ ഒരു രീതിയിൽ നടത്താറുള്ളൂ. വളകാപ്പ് വളയിട്ട് നടത്തുന്ന ചടങ്ങ് നമ്മുടെ ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു ആഗ്രഹം തോന്നി സമ്മതിച്ച് നമ്മൾ നടത്തിയതാണ്. അല്ലാണ്ട് അത് പ്രത്യേകിച്ചുള്ള കാസ്റ്റ് പരമായിട്ടുള്ള ആചാരമോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ നടത്തുന്ന പോലെ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷമാണ് അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുത്തത്. പക്ഷെ എൻ്റെ മനസ്സിലത് മിക്സ് ചെയ്ത് എടുക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ മിക്സ് ചെയ്ത് ഇടണമെന്നില്ലായിരുന്നു, സെപ്പറേറ്റ് ആയിട്ട് അത് ഇടണം. അത് മാത്രമായിട്ട്. പക്ഷേ ഇത് മിക്സ് ചെയ്യാൻ കാരണം നമ്മൾ കളിച്ചപ്പോഴത്തേക്കും ഇവള് പ്രഗ്നന്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റിൽ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ നന്നാക്കാൻ പറ്റില്ല. അപ്പൊ ശരിയാവാത്ത ഭാഗങ്ങൾ മാറ്റി പഴയതിലുള്ളത് മിക്സ് ചെയ്തതാണ് സത്യം പറഞ്ഞാൽ.
അതിനുശേഷം അത് അപ്ലോഡ് ചെയ്യാൻ സമയത്ത് സമയത്തേക്കും മീനു ചോദിച്ചായിരുന്നു ഇതിന് എന്ത് ക്യാപ്ഷൻ ഇടണം. ഒന്നും പറയാനില്ല. അവളെ ചോദിച്ചു 1 year ചലഞ്ച് എന്നിട്ടെ ഞാൻ ഉദ്ദേശിച്ച 1 year ചലഞ്ച് അതിലും കണ്ടാ മനസ്സിലാവും എനിക്ക് നല്ല വണ്ണം വെച്ചു അതാ മാത്രമാണ് അവള് 1 year ചലഞ്ച് ഉദ്ദേശിച്ചത്. പക്ഷെ അത് അവസാനം വാവയായി എന്നൊക്കെ ഉള്ളത് അതൊക്കെയാണ് ഒരുപാട് വന്നു. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് ഫർസാന എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അവൾ സ്റ്റാറ്റസ് ഇടാൻ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അത് ചിലപ്പോൾ എനിക്കൊരു അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയപ്പോൾ കളിക്കുമ്പോൾ ടെൻഷൻ വേറൊന്നുമല്ല, ഒന്ന് പ്രഗ്നന്റ് ആയ കളിച്ചാൽ എന്തെങ്കിലും പറയൂ, അതൊക്കെയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് എടുത്ത റീലായിരുന്നു. പിന്നെ ഒന്നുള്ളത് ഈ വണ്ണം വെച്ച് വന്നത് പെട്ടെന്ന് പ്രകടമായത് ആ ഒരു വീഡിയോയിലൊക്കെയാണ്. അപ്പോൾ ആ ഫേസ് ഇങ്ങനെ കാണിക്കാൻ അവർക്കൊരു ചമ്മലായിരുന്നു. പക്ഷെ ഇട്ടപ്പോ കിട്ടിയ ഒരു ഓഡിയൻസ് റെസ്പോൺസ് ഭയങ്കര പറയാൻ വാക്കുകളില്ല. കാരണം അതിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, അത് ടാഗ് ചെയ്ത് എനിക്ക് ഇടാറുണ്ട്. യൂട്യൂബിലും അങ്ങനെ തന്നെ. ബിഹൈൻഡ് വുഡ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, നമ്മുടെ വീഡിയോസ് അവരവരുടെ പ്രൊഫൈൽ ഇട്ടോട്ടേന്ന്. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചോ പറഞ്ഞാൽ ഇട്ടോ കുഴപ്പമില്ല എന്ന് പറയാൻ. അപ്പം നമ്മൾ കരുതിയത് സെയിം ആ റീലെടുത്തവർ ഇടുമെന്നാണ്. പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് പിറ്റേ ദിവസം ഒരു വീഡിയോ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഷെയർ ചെയ്ത് തരുന്നത്. നമ്മൾ തമ്മിൽ കളിച്ചിട്ടു, അവർ 1 വർഷത്തിന് ശേഷമുള്ള സന്തോഷം ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിച്ച് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വീഡിയോ ആയിട്ട് വ്ളോഗ് പോലെ ആ ഒരു 1 മിനിറ്റ് കൂടുതലായിട്ടാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താണ് ഒരുപാട് പേര് അത് എനിക്ക് ഷെയർ ചെയ്തു തോന്നുന്നു. പിന്നെ FBയിലും സെയിം ഈ ബിഹൈൻഡ് വുഡ്സ് എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു അനിയനാണ്, ജിത്തു എന്ന് പറഞ്ഞിട്ട്. പുള്ളിയെ ഒരു ദിവസം രാത്രി വിളിച്ചുകൊണ്ടിരുത്തി, അവൻ ബൈക്കിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് കിടക്കായിരുന്നു, അവനെയാണ് വിളിച്ചുകൊണ്ടിരുത്തി എഡിറ്റ് ചെയ്യിപ്പിച്ചത്. പിന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ 1 year ചലഞ്ചിന്റെ വീഡിയോ തന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള കിരൺ എന്ന് പറഞ്ഞൊരു പയ്യൻ സ്വന്തം റിസ്കിൽ വന്നിട്ട് എന്ന് വെച്ചാൽ നമുക്ക് അത് പറയുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ബേബി ഷവറിന്റെ ഫോട്ടോസ് ആയിരുന്നാലും വീഡിയോസ് ആയിരുന്നാലും എല്ലാം വന്ന ആള് സ്വന്തം റിസ്കിൽ ഫുൾ ടൈം കൂടെ നിന്ന് എടുത്തു തരാണ് ചെയ്തത്. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. വ്ലോഗ് ചെയ്യുന്ന ക്യാമറ പോലും നമ്മുടെ സ്വന്തമല്ല. ഇപ്പൊ പോലും നമ്മൾ സംസാരിക്കുന്ന ക്യാമറ പോലും നമ്മുടെ സ്വന്തം ക്യാമറ പോലെ ആദർശം എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ചേട്ടൻ്റെ തന്നെ എൻ്റെ അനിയൻ കയ്യിൽ വെച്ചേക്കാനായിട്ട് തന്നെ നമ്മുടെ ക്യാമറ പോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ റീൽസ് അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട വ്ളോഗൊക്കെ കണ്ടപ്പോൾ Q&A സെക്ഷൻ ചെയ്തുകൂടെ, ഹോം ടൂർ ചെയ്യണേ ചേച്ചി, ബേബി ആയിട്ടുള്ള 1 day ചെയ്യണേ, അവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് എന്താണ് വീഡിയോസൊക്കെ ഇടാനായിട്ട് നല്ല താല്പര്യം തോന്നുന്നുണ്ട്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുന്നേ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴേ ഇടണമെന്ന് കരുതിയതാണ്. 1 year ചലഞ്ചിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം, അതെങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു എന്ന്. അപ്പോൾ എല്ലാവരുടെ അതിൻ്റെ സപ്പോർട്ടിന് നന്ദി. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം മനസ്സിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അന്ന് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.